നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു സൂപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. ഷുഗർ പേഷ്യൻസിനും അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള റാഗി സൂപ്പ്. ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞോ അല്ലെങ്കിൽ ചതച്ചോ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ പേസ്റ്റ് ആക്കി വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ബീൻസും അതുപോലെ ക്യാബേജും സവാളയും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ബ്രോക്കോളിയും അതുപോലെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് പച്ചക്കറിയാണോ ഇതിലേക്ക് ചേർക്കാൻ താല്പര്യം അതൊക്കെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റാം. ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ പച്ചക്കറികൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം. അതുവരെ ഇത് തിളപ്പിക്കാം. ഈ സമയം നമുക്ക് റാഗി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇവിടെ ഞാനൊരു 3 സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം രീതിയിലുള്ള സ്പൂണിന് 3 സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ കലക്കിയെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറേ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന റാഗി അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കണം. സാധാരണ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. എന്നാൽ ഇന്ന് നമ്മൾ ചേർക്കുന്നത് റാഗിയാണ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് തയ്യാറാക്കുന്നതുകൊണ്ട് റാഗിയാണ് ചേർക്കുന്നത്. ഇതേപോലെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേഗം തന്നെ നന്നായിട്ട് കുറുകി വരും. 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റാഗി ചേർത്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകും. അതുകൊണ്ട് ഇത് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കണം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. ടേസ്റ്റിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റ് വരും സൂപ്പിന്. ഇത് ഈ ഒരു പരുവമാകുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം. പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഹെൽത്തി ആയിട്ടുള്ള ആർക്കും കഴിക്കാവുന്ന റാഗി സൂപ്പ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഉറപ്പായും തയ്യാറാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മല്ലിയിലയോ സ്പ്രിംഗ് ഒനിയനോ ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് മാറ്റിയെടുക്കാം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.